का नारा लगा हो गज गज के है तेरे आते पढ़ो सारे दुरूद रज रज के है या रसूल अल्लाह का नारा लगा हो गज गज के गज गज के गज गज के है या रसूल अल्लाह का नारा लगा हो गज गज के नारे रिसालत या रसूल अल्लाह। अल्हम्दुलिल्लाहि कफ़ा वस्सलातु वस्सलामु अला रसूलिहिल मुस्तफ़ा वअला आलिहि वसहबिहि शुरफा अम्मा बअद। ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാന്യനായ ഉദ്ഘാടകൻ PC ജോർജ് MLA, മറ്റ് മത സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരെ, സഹോദരന്മാരെ, പിരഗിസു പർവ്വതനിരകൾ മുതൽ ഹിമാലയം വരെയും മധ്യേഷ്യയിലെ മരുഭൂമികൾ മുതൽ മധ്യാഫ്രിക്കയിലെ ഘോര കാനനങ്ങൾ വരെയും വിശിഷ്യ വിശ്വം മുഴുവൻ പാലൊളി വിതറിയ ചന്ദ്രക്കലവിര ഗീസുവായി വിരാജിച്ച മക്കയുടെ മാനസപുത്രനായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തേജോവധം ചെയ്ത് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിനെതിരെയും ഈ സമീപ പ്രദേശത്ത് വിതരണം ചെയ്ത അതിനീചവും നികൃഷ്ടവുമായ റസൂലുള്ളാഹിയെ തരം താഴ്ത്തുന്ന പുസ്തകത്തിനെതിരെയും പ്രതിഷേധിക്കാൻ ഈ രാജ്യത്ത് ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹോദരന്മാരുടെ മുമ്പിൽ ആ ഹബീബിന്റെ ജീവിതത്തിലെ അതിപ്രധാനമായ ചില വിഷയങ്ങളെ ചുരുക്കം ചില സമയത്ത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ നയപരമായി, ആശയപരമായി, ബൗദ്ധികമായി ചിന്തിക്കുമ്പോ ആ നടത്തുന്നത് പലപ്പോഴും വിമർശനത്തിന് മുസ്ലിമീങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കും. പക്ഷേ സഹിഷ്ണുതയുടെ ആളുകൾ എന്ന നിലക്ക് ഒരു മതത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങളെ വിമർശിക്കരുത് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചതിന്റെ പേരിൽ ഞങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുതിരാറില്ല. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന മുസ്ലിമീങ്ങളോട് അമ്മാതിൽ വിമർശനങ്ങൾ ചെയ്യരുത് എന്ന് ഞങ്ങൾ താക്കീതും ചെയ്യുന്നു. വിമർശനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ, പുസ്തകം ഇറക്കിയവർക്കെതിരെ വിമർശിക്കാൻ ഞങ്ങൾക്കെമ്പാടും തെളിവുകളുണ്ട്. അത് ഞങ്ങളുണ്ടാക്കിയ തെളിവുകളല്ല. ഇക്കഴിഞ്ഞ 20-ാം തീയതി വത്തിക്കാനിൽ നിന്ന് ബഹുമാന്യനായ ആദരണീയനായ പോപ്പവറുകള് ലോകത്തിലുള്ള ക്രിസ്ത്യാനികളോടൊരു കുമ്പസാരം നടത്തിയിട്ടുണ്ട്, ഒരു ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. എന്താണ് ആ ക്ഷമാപണം? പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നാം കണ്ടവരാണ്. എന്താണ് ആ ക്ഷമാപണം? ദൈവമോ ദൈവപുത്രനമോ പരിശുദ്ധാത്മാവോ എന്തുമാവട്ടെ വിശ്വസിക്കുന്ന യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ പേരിൽ വിശ്വസിക്കുകയും പ്രചാരം നടത്തുകയും ചെയ്യുന്ന, ഗോഡ് ഈസ് ലവ് എന്നാണ് പറയുന്നതെങ്കിലും തിരിച്ചു പറയണമോ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ലോകം ആഗ്രഹിക്കുന്നു. അത് തിരിച്ചു പറഞ്ഞാൽ അർത്ഥമല്ലാതെ മാറും. ആ വിഷയമാണ് പോപ്പ് ഉദ്ധരിക്കുന്നത്. ലോകത്തിൽ, പ്രത്യേകിച്ച് അയർലൻഡിൽ അച്ഛന്മാര് കാട്ടിക്കൂട്ടുന്ന, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പോപ്പ് പറയുന്നു, പിന്നെ എനിക്ക് പറഞ്ഞുകൂടെയോ? അച്ഛന്മാര് കാട്ടിക്കൂട്ടിയ മൃഗത്തെപ്പോലും നാണിപ്പിക്കുമാറുള്ള മൃഗീയമായ ലൈംഗിക പ്രകൂത്തുകൾ മുഖേന ക്രിസ്തുമതമെന്ന ഉന്നതമായ മതത്തിന് കളങ്കം സംഭവിച്ചിരിക്കുകയാൽ അതിൽ ബന്ധപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങൾ മാന്യമായി ജീവിതം നയിക്കാൻ തയ്യാറാവണമെന്ന് പോപ്പ് ഉപദേശിക്കുമ്പോൾ ആ വിഷയങ്ങൾ ഇവിടെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വരുമ്പോ നിങ്ങൾ പറയൂ, കേരളത്തിൽ ഏതെങ്കിലും ഒരു മഹല്ലിന്റെ ഇമാമ്, അല്ലെങ്കിൽ ഇതേപോലെ തലക്കെട്ട് കെട്ടിയ ഒരു മുസ്ലിയാർ, അല്ലെങ്കിൽ ഒരു മൗലാന പോപ്പ് പറഞ്ഞ ഈ വിഷയം ഉദ്ധരിച്ചുകൊണ്ട് ക്രൈസ്തവ സഹോദരന്മാരെ വേദനിപ്പിക്കാനോ അപമര്യാദയായി സംസാരിക്കാനോ വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ അതിലിടപെട്ടിട്ടില്ല. ഇമ്മാതിരി മനുഷ്യ മനസ്സുകളെയല്ല, മൃഗങ്ങളെ വരെ നാണിപ്പിക്കുന്ന ലൈംഗിക പെക്കൂത്തുകള് കേരളത്തിലും കോട്ടയം ജില്ലയിലും പ്രത്യേകിച്ച് പല ഭാഗങ്ങളിലും നടക്കുമ്പോ, അതെല്ലാം ദൈവത്തിന്റെയും ദൈവപ്രവാചകന്റെയും പേരിൽ നടക്കുമ്പോ
ഞങ്ങൾക്കും പറയാനുണ്ട്. പക്ഷേ മാന്യതയുള്ള ഇസ്ലാമിന്റെ മക്കൾ അത് ചെയ്തിട്ടില്ല, ചെയ്യരുതെന്നാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം, അദ്ദേഹം എഴുതിയ ഈ പുസ്തകം ഇസ്ലാമിനെയും പ്രിയങ്കരനായ പ്രവാചകനെയും വല്ലാതെ വിമർശിക്കുന്നുണ്ട്. ത്വാത്വികമായ വിമർശനങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാഗതം, ബൗദ്ധികമായ വിമർശനങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് സ്വാഗതം. മറിച്ച് 100% കള്ളങ്ങൾ രേഖപ്പെടുത്തിയ, തെറ്റുകൾ രേഖപ്പെടുത്തിയ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ല. അങ്ങനെ എഴുതാനും വിമർശിക്കാനുമാണെങ്കിൽ കേരളത്തിലെ 4-ലധികം ദിനപത്രങ്ങളുള്ളവരാണ് മുസ്ലിങ്ങൾ. കേരളത്തിൽ 4-ലധികം ദിനപത്രങ്ങളുള്ളവരാണ് മുസ്ലിങ്ങൾ. ഇന്ത്യയിലല്ല, ഈ ചെറിയ കേരളത്തില്. ഞങ്ങളും എഴുതാൻ തുടങ്ങിയാൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താ? ക്രിസ്തുവും മുസൽമാനും ഹിന്ദുവും ഒന്നുപോൽ മരുഭൂമിയിൽ എത്രയോ ശതാബ്ദമായി ചെത്തിയും ചേമന്തിയും ചെമ്പരുത്തിയും ചാരപ്പിച്ചക ചെണ്ടും ചേർന്ന മന്ദിരാങ്കണം പോലെ ജീവിച്ച കേരളത്തില്, പ്രത്യേകിച്ച് തൊടുപുഴ പോലെയുള്ള ഭാഗത്ത്, തൊടുപുഴയിലെ മുസ്ലിമീങ്ങൾ നൈനാലുപള്ളി ഒരു ഭാഗത്ത് നിൽക്കുമ്പോ മറുഭാഗത്ത് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, അതിന്റെ തൊട്ടപ്പുറത്ത് മുതലക്കോടത്ത് സെന്റ് ജോർജ് പള്ളി, ഇതെല്ലാം തൊട്ടൊരുമ്മി നിൽക്കുന്ന ഒരു സമൂഹത്തില്, ഒരു രാജ്യത്ത്, ഒരു ഗ്രാമത്തില് ഒരിക്കലും ഇത്തരത്തിലുള്ള സ്പർദ്ധയുണ്ടാവുന്ന കാര്യങ്ങൾക്കാരും ശ്രമിച്ചുകൂടാ. അങ്ങനെ ശ്രമിക്കാനാണെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് ദിനപത്രങ്ങളുണ്ട്, വാസികളുണ്ട്.